ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചു തന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പാംക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് കേട്ടോ നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിലും പിക്കൊക്കെ അയക്കാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. ഇന്നും നമ്മളൊരു റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ഒരു ക്രാഫ്റ്റ് തന്നെയാണ് ചെയ്യുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റാണ്, നല്ലൊരു ഭംഗിയുള്ളതാണ്. അപ്പോൾ ഞാൻ അതിനൊരു ഓറഞ്ച്, ഗ്രീന്, ബ്ലൂ, വൈറ്റ് അങ്ങനെ 4 കളേഴ്സായിട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ഞാൻ അതിൽ ആ ഒരു ഓറഞ്ച് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ പകുതിയാക്കിയിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്യാണ്. എന്നിട്ട് അത് വീണ്ടും ഒന്നും കൂടെ പകുതിയാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സൈസിലുള്ള പേപ്പേഴ്സാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു പേപ്പർ ഒന്ന് ഇങ്ങനെ പകുതിയാക്കിയിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് അത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 മടക്കായിട്ട് ചെയ്യണത്. ഇനി അതുപോലെ അത് വീണ്ടും ഫോൾഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ടോട്ടൽ 3 മടക്കായിട്ടൊന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു തിന്ന് സ്ട്രിപ്പായിട്ട് കിട്ടുമല്ലോ, നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് അങ്ങനെ നഖം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ഒരു സൈഡിലുള്ള ഒരു ഭാഗം നമ്മളിങ്ങനെ റൈറ്റ് സൈഡിലോട്ടൊന്നിങ്ങനെ പകുതിയാക്കിയിട്ട് ഫോൾഡ് ചെയ്യാണ്. അതുപോലെ ബാക്കിലുള്ളത് ലെഫ്റ്റ് സൈഡിലോട്ടും ഇങ്ങനെ പകുതിയാക്കിയിട്ട് ഫോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മളൊന്നിങ്ങനെ ബാക്കോട്ടായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്, പകുതിയാക്കിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിലും ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഒരു പേപ്പർ നമ്മൾ 5 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് ആ ലൈനൊന്ന് വരുത്താം. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ആ ഒരു പേപ്പർ ഒന്നിങ്ങനെ തുറന്ന് നോക്കാൻ കേട്ടോ. അപ്പോൾ അതിൽ ഫുള്ളായിട്ട് ഇങ്ങനെ മടക്കാനുള്ള ഒരു പേപ്പറായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് പകുതിയാക്കിയിട്ട് നമ്മളിങ്ങനെ താഴോട്ടൊന്നിങ്ങനെ മടക്കുകയാണ്. ഒരേ ലെവലിൽ തന്നെ ഇങ്ങനെ മടക്കിയെടുക്കുക. അപ്പോൾ അത് മടക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ബാക്കോട്ടൊന്നിങ്ങനെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നേരെ ഓപ്പോസിറ്റായിട്ട് അതുപോലെ തന്നെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ആ ഒരു പേപ്പർ നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം നോക്കിയിട്ട് അതുപോലെ ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്ട്രിപ്പാക്കിയിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. നമ്മൾ ഈ പേപ്പർ റോസറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഫോൾഡ് ചെയ്യുന്ന പോലെ നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്തിട്ടുള്ള ആ ഒരു ലൈൻസ് ഉണ്ടാകും. അപ്പോൾ ആ രീതിയിലൊന്നിങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ പ്രസ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടൈറ്റായിട്ടുള്ള ഇങ്ങനെ കിട്ടുമല്ലോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ ഫോൾഡ് ആക്കിയിട്ട് ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതിന് ആ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ തുറക്കാം. അതുപോലെ തന്നെ നമ്മളതിൻ്റെ ബാക്ക് സൈഡും ഇപ്പുറത്തെ സൈഡൊന്നും ചെയ്യാം കേട്ടോ. അപ്പോൾ 2 സൈഡൊന്നും ചെയ്യും. ഇപ്പോൾ നടുക്ക് ഇങ്ങനെ കുറച്ചും കൂടെ കട്ടിയിലുണ്ട്. 2 സൈഡിലേക്ക് ഓരോ ലെയറായിട്ട് നമ്മളിങ്ങനെ പുറത്തോട്ടേക്ക് എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു ഫോൾഡിനനുസരിച്ച് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ കുറേ ഫോൾഡ് ആയിട്ടുള്ള ഒരു വി എന്നുള്ള ലെറ്റർ പോലെ കിട്ടും. നമ്മളിനി അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ 2 സൈഡിലേക്കായിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ആ ഫോൾഡ് ചെയ്തെടുക്കുന്ന 2 ഭാഗത്തോട്ട് ഇങ്ങനെ പേപ്പർ വലിച്ചെടുത്തല്ലോ, അതുപോലെ ഒന്നിങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷേ അത് കറക്റ്റായിട്ട് വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല, ഒന്നിങ്ങനെ നീങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഒന്നും കൂടെ കാണിക്കാം. ഞാനിവിടെ ഒരു A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ട് നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ആ സൈസിലൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് പകുതിയാക്കിയിട്ട് നമ്മളൊന്നിങ്ങനെ മടക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നും കൂടെ ഒന്നിങ്ങനെ മടക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ 3 മടക്കായിട്ട് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ നമ്മൾ ആ ഒരു റൈറ്റിലോട്ടൊന്നിങ്ങനെ ഫോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു ഓപ്പോസിറ്റായിട്ടും അതുപോലെ തന്നെ നമ്മളൊന്നിങ്ങനെ ഫോൾഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്നിങ്ങനെ പ്രസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്തതൊക്കെ ഒന്നിങ്ങനെ നിവർത്തിയെടുക്കുകയാണ് ആ ഒരു പേപ്പർ. ഈ ഒരു പേപ്പർ വെച്ചിട്ട് നമ്മളിങ്ങനെ നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓറഞ്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതേ ഒരു കട്ടിയിൽ തന്നെയാണ് കിട്ടുക. പക്ഷേ എനിക്ക് വൈറ്റ് അത്ര വേണ്ട, കുറച്ചൊന്ന് കട്ടി കുറവാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിങ്ങനെ പകുതിയാക്കിയിട്ട് ആദ്യം ഒന്നിങ്ങനെ കട്ട് ചെയ്യാണ്. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഒരു പേപ്പർ വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. പകുതിയാക്കിയിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മളിങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ 2 സൈഡിലോട്ടായിട്ട് ഇങ്ങനെ മടക്കുകയാണ്. ആദ്യം ഇങ്ങനെ പകുതി എടുത്തിട്ട് റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ മടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റായിട്ടും ഇങ്ങനെ മടക്കുകയാണ്. ഈ ഒരു ഫോൾഡ് ചെയ്ത പേപ്പർ നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു M എന്നുള്ള ലെറ്റർ പോലെയാണ് കാണുക. എന്നിട്ട് നമ്മൾ ആ ഒരു പേപ്പർ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ഫോൾഡിൻ്റെ ആ ഒരു ഭാഗം വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടൊന്നിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ഇതുപോലെ ഇങ്ങനെ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ ആ ഒരു പേപ്പർ ഇങ്ങനെ പുറത്തോട്ടേക്ക് ആക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡായിട്ടും ചെയ്യാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്തിട്ടുള്ള ആ ഒരു രീതിയിൽ ഇങ്ങനെ നഖത്തോട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒരുപോലെ ഇങ്ങനെ ഒരു കട്ടിയിലാക്കി എടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഒരു V എന്നുള്ള ഒരു ലെറ്റർ പോലെ കിട്ടും.
എന്നിട്ട് നമ്മൾ ഈ വി എന്നുള്ള ലെറ്റർ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ എ എന്നുള്ള ഷേപ്പിലൊന്നിങ്ങനെ ആക്കിയെടുക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ രണ്ട് സൈഡിൽ നിന്നായിട്ടൊന്ന് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്. അപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് ഒന്ന് ആ ഒരു ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു ഭാഗത്ത് തന്നെ ഇങ്ങനെ തുറന്ന് കിട്ടിയിട്ട് നല്ലൊരു എം എന്നുള്ള ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കേണ്ടത്. നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ഒരു വൈറ്റും അതുപോലെ ഞാൻ ഗ്രീന്, ഓറഞ്ച്, ഒരു 2 ബ്ലൂ ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഫ്ലാഗിനുള്ള കളേഴ്സൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം കൂടെ ഒന്നിങ്ങനെ ഒട്ടിച്ചിട്ടൊന്നിങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓറഞ്ചും ഒരു ഗ്രീനും നല്ലൊരു കട്ടിയിൽ തന്നെയാണുള്ളത്. കാരണം നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ഒരു ടൈപ്പിൽ ആ ഒരു പേപ്പർ ഫുള്ളായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ആ ഒരു വൈറ്റും ബ്ലൂ ആണെങ്കിൽ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം നേർ പകുതിയാക്കിയിട്ട് മടക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കട്ടി കുറയുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തിനാണെന്നുള്ളത് നമുക്കത് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ഇനി നമ്മൾ ഓരോന്നായിട്ട് ആ ഒരു ഫ്ലാഗിൻ്റെ കളറിൽ തന്നെ നമ്മളൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ആ ഒരു ഫ്ലാഗിൻ്റെ ഓറഞ്ച് കളറ്, അതിൻ്റെ മേലെ ഒരു വൈറ്റ്, പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ഒരു അശോക ചക്രത്തിൻ്റെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ബ്ലൂ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും നമ്മൾ ആ ഒരു വൈറ്റ്, പിന്നെ നമ്മൾ അതിൻ്റെ മേലെ നമ്മൾ ചെയ്യണത് ഗ്രീന്, പിന്നെ നമ്മൾ വീണ്ടും ഈ സെയിം കളേഴ്സ് തന്നെ നമ്മളിങ്ങനെ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ആ ഫ്ലാഗിൻ്റെ ഓറഞ്ചും ഗ്രീനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുറച്ച് കട്ടിയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഒരു വൈറ്റ് പോർഷനിൽ കുറച്ചൊരു ബ്ലൂ കളർ ആ ഒരു അശോക ചക്രത്തിൻ്റെ ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വൈറ്റും ബ്ലൂവും വൈറ്റും കൂടെ വെച്ചിട്ടൊന്നിങ്ങനെ കട്ടി കുറച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഒരേ സൈസിൽ തന്നെ ഇങ്ങനെ ബ്ലൂ കളറും വൈറ്റായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയും വേണേൽ ചെയ്യാം. ഇങ്ങനെ നമ്മൾ എല്ലാം ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഇങ്ങനെ സൈസൊക്കെ മാറ്റം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്നിങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് ഓർഡർ ആക്കി എടുക്കുക. നമ്മൾ കുറച്ചും കൂടെ വലിക്കുക അല്ലെങ്കിൽ അകത്തോട്ടാക്കിയൊക്കെ ചെയ്തിട്ട് ആ ഒരു ഷേപ്പ് ഒന്നിങ്ങനെ റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ ഇതെല്ലാം ഒട്ടിച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ 2 എൻഡും കൂടെ ഒന്നിങ്ങനെ ഒട്ടിക്കുകയാണ്. ആ ഒരു 2 ഭാഗം കൂടെ ഒട്ടിക്കുന്ന നല്ലൊരു റൗണ്ട് ഷേപ്പിലായിട്ട് കിട്ടുമല്ലോ. ഇനി നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് ആ ഒട്ടിച്ച ഭാഗമൊക്കെ നന്നായിട്ടൊന്നിങ്ങനെ ഡ്രൈ ആകാൻ വെക്കുക. അപ്പോൾ അത് ഡ്രൈ ആയതിന് ശേഷം നമുക്കിങ്ങനെ നടുക്കുന്നിങ്ങനെ അകത്തോട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ളൊരു ഇതിൽ കിട്ടും. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ 5 മിനിറ്റ്സ് ക്രാഫ്റ്റിൽ ഇങ്ങനെ പേപ്പറിനോട് ചെയ്തിട്ടുള്ളത് കണ്ടതാണ്. വേറൊരു കളേഴ്സിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ ഒരു റിപ്പബ്ലിക് ഡേൻ്റെ ഒരു സ്പെഷ്യലായിട്ട് ഈ ഒരു കളേഴ്സ് വെച്ചിട്ടൊന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ല ഭംഗിയുണ്ട്. നമുക്കിങ്ങനെ അകത്തോട്ട് ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ 2 രീതിയിലായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. പേപ്പർ കൊണ്ടാണെങ്കിലും കുറച്ച് നല്ല രസമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്കൊരുപാട് ഇഷ്ടമായി കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഇഷ്ടമായോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ കുട്ടികൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഇഷ്ടമാവുന്നു. കാരണം ഇങ്ങനെ റോൾ ചെയ്ത് കളിക്കാൻ പറ്റുന്ന നല്ലൊരു ഭംഗിയുള്ളൊരു സംഭവമാണ്. നമ്മൾ ആ ഒരു കറക്റ്റ് ആ ബ്ലൂവും വൈറ്റും ഇങ്ങനെ കുറച്ച് കട്ടി കുറച്ചതിൻ്റെ ആ ഒരു ഭംഗി ഇവിടെ കാണാൻ പറ്റും. കാരണം 2 സൈഡിലും ഓറഞ്ചും ഗ്രീനും കുറച്ച് നല്ലൊരു കട്ടിയിൽ, പിന്നെ ആ ഒരു വൈറ്റും, പിന്നെ നടുക്ക് ഇങ്ങനെ ബ്ലൂ കുറച്ചല്ലേ കാണാൻ പറ്റുള്ള ഒരു അശോക ചക്രത്തിൻ്റെ ഒരു കളറിന് വേണ്ടി മാത്രം. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഉള്ളോട്ട് ഇങ്ങനെ ആക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ഒരു പൂ പോലെ ഇങ്ങനെ വിരിഞ്ഞു വരികയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനും. അപ്പോൾ എല്ലാവരും ഒന്ന് പേപ്പേഴ്സൊക്കെ കിട്ടുന്ന സമയത്ത് ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. 2 ടൈപ്പ് ഒരു ക്രാഫ്റ്റ് ആയിരുന്നു. റിപ്പബ്ലിക് ഡേ സ്പെഷ്യലായിട്ട് തന്നെ ഒരു പേപ്പർ ഫാനും അതുപോലെ ഒരു പേപ്പർ ബാഡ്ജും ആയിരുന്നു. അപ്പോൾ ഒരുപാട് പേരൊന്നും അത് കണ്ടിട്ടില്ല. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് പേരിങ്ങനെ ഈ കളേഴ്സ് പേപ്പർ ഒന്നും ഇല്ല എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളെ കയ്യിൽ വാട്ടർ കളറോ അല്ലെങ്കിൽ ക്രയോണോ സ്കെച്ചോ അല്ലെങ്കിൽ ആക്രിലിക് പെയിൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റ് പേപ്പറിൽ നമ്മളിങ്ങനെ ആ ഒരു കളർ ചെയ്തതിന് ശേഷം ഡ്രൈ ആക്കി എടുത്തിട്ട് ഇതുപോലെ ട്രൈ ചെയ്താൽ മതി. ഇതൊക്കെ നിങ്ങൾക്ക് റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ അല്ലാതെ നിങ്ങൾക്ക് വേറെ കളേഴ്സ് വെച്ചിട്ട് ന്യൂസ് പേപ്പർ വെച്ചിട്ടൊക്കെ ചെയ്തെടുത്താലും നല്ല ഭംഗിയുണ്ടാവും. ഇന്നുണ്ടാക്കിയ ടൈപ്പൊക്കെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒരുപാട് തിക്കായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ടെസ്റ്റിമോണിയൽസ് ഇടുന്നുണ്ട്. നമ്മൾ കുറേ ദിവസമായിട്ട് ടെസ്റ്റിമോണിയൽസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ നിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആദ്യത്തെ പിക്ക് അയച്ചു തന്നത് ശാന്തി മല്ലിനാണ്. നമ്മൾ പംകിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ഒരു സ്നോമാൻ്റെ ബോട്ടിലും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഹൃദ്യ ജോബി അയച്ചു തന്നത് നമ്മൾ ന്യൂസ് പേപ്പറിൽ നിന്നുള്ള കട്ടിങ് ഉപയോഗിച്ചിട്ട് ഒരു ടേബിൾ കലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ട്രൈ ചെയ്ത് അയച്ചത്. അടുത്തതായിട്ട് മൊസമില ട്രൈ ചെയ്ത് അയച്ചു തന്നത് നമ്മൾ കൈപ്പക്കയുടെ സീഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിലാണ്. പിന്നെ അതുപോലെ നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി ഉപയോഗിച്ചിട്ടൊരു ബോട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വാട്ടർമെലിൻ്റെ സീഡ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിലും ട്രൈ ചെയ്ത് അയച്ചു തന്നത്. അടുത്ത പിക്ക് കൊല്ലത്തുള്ള 4th പഠിക്കുന്ന മീനാക്ഷി അയച്ചു തന്നതാണ്. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. അടുത്തതായിട്ട് ഷിഞ്ചു സുരേന്ദ്രൻ അയച്ചു തന്നത് നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ചെയ്തിട്ടുള്ള ഒരു ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബോട്ടിലാണ്. അടുത്തതായിട്ട് ശിവജ അയച്ചു തന്നത് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് പഴയ ബാംഗിൾസ് യൂസ് ചെയ്തിട്ട് ഒരു റീത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ട്രൈ ചെയ്തത്. അടുത്തതായിട്ട് റസ്മിയ അയച്ചു തന്നത് നമ്മൾ പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ടൊരു സ്ട്രോബെറിയുടെ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ്. അടുത്തതായിട്ട് കോട്ടയത്തുള്ള അർഷ അയച്ചു തന്നിട്ടുള്ളത് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു സ്നോമാൻ്റെ ഒരു ബോട്ടിലാണ്. അതുപോലെ നേഹ അയച്ചു തന്നിട്ടുള്ളത് നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ഫിംഗർ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബോട്ടിൽ ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്.
അടുത്തതായിട്ട് രാജേശ്വരി നേച്ചൻ അയച്ചു തന്നത് നമ്മൾ പംകിൻ്റെ സീഡ് വെച്ചൊരു ബോട്ടിൽ ഇട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏലക്കായുടെ തൊലി വെച്ചൊരു ബോട്ടിൽ ഇട്ടുണ്ടായിരുന്നു, അതുണ്ട്. പിന്നെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ഫിംഗർ പെയിൻറ്റിങ്ങും പിന്നെ നമ്മൾ സിമ്പിളായിട്ടൊരു ഫിംഗർ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുണ്ട്. പിന്നെ നമ്മൾ ചെറുനാരങ്ങയുടെ തൊലി വെച്ചിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടൊരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തിട്ടുണ്ട്. അതൊരു 3 ടൈപ്പിൽ ചെയ്തിട്ടുണ്ട്, കളേഴ്സൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രസമായിട്ട് തന്നെ ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരാം. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. നമ്മൾ വീഡിയോസ് ഇടുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM മൺഡേ നമ്മൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പിക്ചേഴ്സൊക്കെ അയച്ചു തരാം. അപ്പോൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.